റീകോമ്പിനൻസിനെ സെലക്ട് ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡാണ് നോൺ റീകോമ്പിനൻസിൽ നിന്ന് റീകോമ്പിനൻസിനെ സെലക്ട് ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡാണ് കളർ റിയാക്ഷൻ. സോ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു സെലക്റ്റബിൾ മാർക്കർ, അതായത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് വെച്ചിട്ട് നമ്മൾ റീകോമ്പിനൻസിനെ നോൺ റീകോമ്പിനൻസിൽ നിന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളത്, അത് എന്ത് മെത്തേഡായിരുന്നു? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. അതിൽ ഒരു ആൻറ്റിബയോട്ടിക്കിനെ നമ്മൾ ഇനാക്ടിവേറ്റ് ചെയ്തു. സോ ഇനാക്ടിവേഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്, നമ്മളൊരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ ഇനാക്ടിവേഷൻ ഓഫ് വൺ ഓഫ് ദ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ, ഇവിടെ ഏതായിരുന്നു? ടെട്രാസൈക്ലിൻ. സോ ആ ഇനാക്ടിവേഷൻ ഓഫ് വൺ ഓഫ് ദ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി അതിന് വേണ്ടിയിട്ട് അത് ചെയ്യുമ്പോൾ നമ്മൾക്ക് 2 തവണ പ്ലേറ്റ് ചെയ്യേണ്ടി വരും. അതായത് 2 മീഡിയയിലിട്ട് നമുക്ക് ഇതിനെ ഗ്രോ ചെയ്ത് നോക്കേണ്ടി വരും. സോ BAM-H1 ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തപ്പോൾ ടെട്രാസൈക്ലിൻ എബിലിറ്റി നഷ്ടപ്പെട്ടു. അപ്പോൾ ആ റീകോമ്പിനൻസിനെ കണ്ടെത്താൻ വേണ്ടി നമ്മളതിനെ ആംഫിസിലിൻ മീഡിയത്തിൽ വളർത്തുന്നു. ആംഫിസിലിൻ മീഡിയത്തിൽ വളർത്തുമ്പോൾ റീകോമ്പിനൻസ് ഒക്കെ ഗ്രോ ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ ഗ്രോ ചെയ്ത റീകോമ്പിനൻസും ട്രാൻസ്ഫോംഡ് ആയവരെയും നമ്മൾ രണ്ടാമത് ടെട്രാസൈക്ലിൻ മീഡിയത്തിലിട്ട് വളർത്തുമ്പോൾ അവർ അതിൽ ഗ്രോ ചെയ്യുന്നില്ല. സോ ഇങ്ങനെ 2 തവണ ആംഫിസിലിനിൽ ഇട്ട് വളർത്തി നോക്കണം. അതിനുശേഷം റീകോമ്പിനൻസിനെ ടെട്രാസൈക്ലിനും ഇട്ട് വളർത്തി നോക്കണം. സോ സൈമൾട്ടേനിയസ് ആയിട്ട് 2 പ്ലേറ്റുകളിൽ നമ്മൾ ഈ പറഞ്ഞ റീകോമ്പിനൻസിനെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ വളർത്തി നോക്കണം. ഏത് ആൻറ്റിബയോട്ടിക്കാണോ ഇനാക്ടിവേറ്റഡ് ആണ് എന്ന് തിരിച്ചറിയാനും അവിടെ എവിടെയാണ് അത് എത്രത്തോളം റീകോമ്പിനേഷൻ നടന്നിട്ടുണ്ട്, ട്രാൻസ്ഫോംഡ് ആയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി 2 പ്ലേറ്റിംഗ് നടത്തണം. ഒന്ന് ആദ്യം ആംഫിസിലിനിൽ, പിന്നെ ടെട്രാസൈക്ലിനിൽ. അങ്ങനെ 2 പ്ലേറ്റിൽ നമ്മൾ ഈ 2 ആൻറ്റിബയോട്ടിക്സ് വെച്ച് പ്ലേറ്റ് ചെയ്ത് ഈ മീഡിയയിലൊക്കെ ഇതിനെ വളർത്തി നോക്കുമ്പോൾ അത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ഒരുപാട് ക്ലേശകരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ ഇതിന് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സെലക്റ്റബിൾ മാർക്കർ ഡെവലപ്ഡായി. സോ ഈ ഒരു 2 പ്ലേറ്റിൽ മാറി 2 ടൈപ്പ് മീഡിയയിൽ മാറി നമ്മൾ പ്ലേറ്റ് ചെയ്തിട്ട് റീകോമ്പിനൻസിനെ നോൺ റീകോമ്പിനൻസിൽ നിന്ന് തിരിച്ചറിയുന്നത് ഇത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ആയതുകൊണ്ട്, TDS പ്രോസസ്സ് ആയതുകൊണ്ട് നമ്മളൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സെലക്റ്റബിൾ മാർക്കറെ ഡെവലപ്പ് ചെയ്തു. അതാണ് നമ്മൾ പറയുന്ന കളർ റിയാക്ഷൻ. സോ ഇതിൽ പറയുന്നത് റീകോമ്പിനൻസിനെ നോൺ റീകോമ്പിനൻസിൽ നിന്ന് തിരിച്ചറിയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദെയർ എബിലിറ്റി ടു പ്രൊഡ്യൂസ് കളർ ഇൻ ദ പ്രസൻസ് ഓഫ് ക്രോമോജനിക് സബ്സ്ട്രേറ്റ് കോൾഡ് എക്സ്ഗാൽ. സോ എക്സ്ഗാൽ എന്ന് പറഞ്ഞ ഒരു ക്രോമോജനിക് സബ്സ്ട്രേറ്റിൻ്റെ പ്രസൻസിൽ വെച്ചിട്ട് ഈ പറഞ്ഞ റീകോമ്പിനൻസിനെയും നോൺ റീകോമ്പിനൻസിനെയും തിരിച്ചറിയുക എന്നുള്ളതാണ് രണ്ടാമത്തെ കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ളൊരു മാർഗം. അതാണ് കളർ റിയാക്ഷൻ. സോ ക്രോമോജനിക് എന്ന് പറയുമ്പോൾ തന്നെ കളറായിട്ടുള്ളത്. സോ ഒരു ക്രോമോജനിക് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് എക്സ്ഗാലാണ്. സോ എക്സ്ഗാൽ എന്ന് പറഞ്ഞ ഒരു ക്രോമോജനിക് സബ്സ്ട്രേറ്റിൻ്റെ പ്രസൻസിൽ റീകോമ്പിനൻസിനെയും നോൺ റീകോമ്പിനൻസിനെയും തമ്മിൽ തിരിച്ചറിയുക, ഐഡൻറ്റിഫൈ ചെയ്യുക, സെലക്ട് ചെയ്യുക. അത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കളർ റിയാക്ഷൻ നമ്മൾ ക്രോമോജനിക് ആയതുകൊണ്ട്. സോ റീകോമ്പിനൻ്റ് DNA നമ്മൾ ഈ പറഞ്ഞ BAM-H1 സൈറ്റിൽ ഒരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തപ്പോൾ അവിടെ റീകോമ്പിനൻ്റ് ആയി. സോ ആ റീകോമ്പിനൻ്റ് ആയിട്ടുള്ള DNA അല്ലെങ്കിൽ റീകോമ്പിനൻ്റ് പ്ലാസ്മിഡിനെ, സോ റീകോമ്പിനൻ്റ് DNA ഇൻസേർട്ടഡ് വിത്തിൻ ദ കോഡിംഗ് സീക്വൻസ് ഓഫ് എൻ എൻസൈം. ഈ റീകോമ്പിനൻ്റ് DNA നമ്മൾ ഒരു എൻസൈമിൻ്റെ കോഡിംഗ് സീക്വൻസ്, ആ എൻസൈമാണ് ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞ എൻസൈം. ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ കോഡിംഗ് സീക്വൻസിലാണ് ഈ റീകോമ്പിനൻ്റ് DNA ഇൻസേർട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞ എൻസൈം ഇനാക്ടിവേറ്റഡ് ആകുന്നു. സോ ഇനാക്ടിവേഷൻ ഓഫ് ദ എൻസൈം, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സീക്വൻസിൽ വേറൊരു DNA സീക്വൻസോ സംതിങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള എബിലിറ്റി നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. സംതിങ് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് അവിടുത്തെ എബിലിറ്റി ഇനാക്ടിവേറ്റഡ് ആയി, അതാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് എബിലിറ്റിയുള്ള ആ BAM-H1 സൈറ്റിൽ ഒരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി ഇനാക്ടിവേറ്റഡ് ആയി.
ഒരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തപ്പോൾ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി ഇനാക്ടിവേറ്റഡ് ആയി. ഇതിനെ പറയുന്ന പേരാണ് ഇൻസേർഷണൽ ഇനാക്ടിവേറ്റഡ്. ഒരു DNA സീക്വൻസ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ആക്ടിവിറ്റി നഷ്ടപ്പെടുന്നതിനെയാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ പറയുന്നത് കളർ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റീകോമ്പിനൻറ്റ് DNA, വൺസ് DNA ഇൻസേർട്ടഡ് ആയിട്ടുള്ള ആ റീകോമ്പിനൻറ്റ് DNA നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻസേർട്ട് ചെയ്തു. എവിടെ? വിത്തിൻ ദ കോഡിംഗ് സീക്വൻസ്. ഒരു ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ കോഡിംഗ് സീക്വൻസിൽ നമ്മൾ റീകോമ്പിനൻറ്റ് DNA ഇൻസേർട്ട് ചെയ്യുന്നു. സോ ഏത് എൻസൈമിൻ്റെ കോഡിംഗ് സീക്വൻസിലാണോ ഈ DNA ഇൻസേർട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ ആ എൻസൈമിൻ്റെ ആക്ടിവിറ്റി നഷ്ടപ്പെടുന്നു. അതായത് ഇനാക്ടിവേഷൻ ഓഫ് എൻസൈം, ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. സോ ഈ ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന എൻസൈമിൽ റീകോമ്പിനൻറ്റ് DNA, ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ കോഡിംഗ് സീക്വൻസ്, അതിന് കോഡ് ചെയ്യുന്ന സീക്വൻസിൽ നമ്മുടെ റീകോമ്പിനൻറ്റ് DNA ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈമിൻ്റെ ആക്ടിവിറ്റി ഇനാക്ടിവേറ്റഡ് ആയി. ഇൻസേർട്ട് ചെയ്തുകൊണ്ട് അവിടെ റീകോമ്പിനൻറ്റ് DNA ഇൻസേർട്ട് ചെയ്തുകൊണ്ട് എന്തു സംഭവിച്ചു? ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ ആക്ടിവിറ്റി നഷ്ടപ്പെട്ടു. അതാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. സോ ഇഫ് ദ പ്ലാസ്മിഡ് ഇൻ ദ ബാക്ടീരിയം, ഈ ബാക്ടീരിയത്തിലുള്ള പ്ലാസ്മിഡിൽ ഡസ് നോട്ട് ഹാവ് എൻ ഇൻസേർട്ട്, ഒരു ഇൻസേർട്ട് ഇല്ലെങ്കിൽ, സോ ഈ പ്ലാസ്മിഡിൽ ഈ പറഞ്ഞ ഇൻസേർട്ട് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? റീകോമ്പിനേഷൻ നടന്നിട്ടില്ല എന്നർത്ഥം. ആ പ്ലാസ്മിഡിൽ ഒരു DNA ഇൻസേർട്ട് നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ റീകോമ്പിനേഷൻ നടന്നിട്ടില്ല. സോ ഇഫ് ദ പ്ലാസ്മിഡ് ഇൻ ദ ബാക്ടീരിയം, ആ ഇക്കോളയിലുള്ള ബാക്ടീരിയത്തിലെ പ്ലാസ്മിഡിൽ ഇൻസേർഷൻ നടന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്രസൻസ് ഓഫ് ക്രോമോജനിക് സബ്സ്ട്രേറ്റ്. ഇതാണ് നമ്മളുടെ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം എന്ന് പറഞ്ഞ എൻസൈം ഒരു ക്രോമോജനിക് സബ്സ്ട്രേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ആണ് ബ്ലൂ കളേർഡ് കോളനീസ്. സോ ഈ ബീറ്റാ ഗാലക്ടോസിഡേസ്, എക്സ്ഗാൽ എന്ന് പറഞ്ഞ ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ത് ചെയ്യുന്നു? ഒരു കളേർഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബ്ലൂ കളറുള്ള ഒരു കളർ റിയാക്ഷൻ കാണിക്കുന്നു എൻസൈം. സോ എൻസൈം വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ എൻസൈമിൽ ഇൻസേർഷൻ നടന്നിട്ടില്ലെങ്കിൽ ഈ എൻസൈം എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു കളർ റിയാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. സോ അവിടെ ഒരു ബ്ലൂ കളറാണ് കാണിക്കുന്നത്. ആ ബ്ലൂ കളറായിട്ടുള്ള കോളനീസാണ് കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ നോൺ റീകോമ്പിനേഷൻ. നമ്മൾ അതന്നെ ഇവിടെ പറഞ്ഞത് എന്താണ്? പ്ലാസ്മിഡ് ഇൻ ദ ബാക്ടീരിയ, ബാക്ടീരിയത്തിലുള്ള പ്ലാസ്മിഡിൽ ഇൻസേർഷൻ നടന്നിട്ടില്ല. അപ്പോൾ അവിടുത്തെ ഈ പറഞ്ഞ ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ഉള്ള ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം ഇനാക്ടിവേറ്റഡ് ആയിട്ടില്ല. അതുകൊണ്ട് ഈ എൻസൈം എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബ്ലൂ കളർ റിയാക്ഷൻ കാണിച്ചുകൊണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ നോൺ റീകോമ്പിനൻറ്റ് കോളനീസ് ആണ്. റീകോമ്പിനേഷൻ നടക്കാത്തത് കൊണ്ട് ഈ എൻസൈമിൻ്റെ ഇൻസേർഷൻ നടക്കാത്തത് കൊണ്ട് അത് അതിൻ്റെ എൻസൈം എക്സ്പ്രസ് ചെയ്തു ബ്ലൂ കളറായിട്ട്. അതേസമയം പ്രസൻസ് ഓഫ് എൻ ഇൻസേർട്ട്, ഈ പറഞ്ഞ ബീറ്റാ ഗാലക്ടോസിഡേസിൽ നമ്മൾ ഇൻസേർഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ റീകോമ്പിനൻറ്റ് DNA ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിട്ട് മാറും? ഇൻസേർഷൻ ഓഫ് ഇനാക്ടിവേഷൻ, ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ ഓഫ് ബീറ്റാ ഗാലക്ടോസിഡേസ്. ആ എൻസൈം ഇനാക്ടിവേറ്റഡ് ആവുന്നു. ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞ എൻസൈം ഇനാക്ടിവേറ്റഡ് ആയി. ബിക്കോസ് അവിടെ റീകോമ്പിനൻറ്റ് DNA നമ്മൾ ഇൻസേർട്ട് ചെയ്തു. എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്താൽ എൻസൈമിൻ്റെ ആക്ടിവിറ്റി നഷ്ടപ്പെട്ടു. എൻസൈമിൻ്റെ ആക്ടിവിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻസൈം എക്സ്പ്രസ് ചെയ്യില്ല. എൻസൈമിൻ്റെ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. വൺസ് എൻസൈമിൻ്റെ ആക്ടിവിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദ കോളനീസ് ഫെയിൽ ടു പ്രൊഡ്യൂസ് എനി കളർ. ആ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ആ ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ അതിന് സാധിക്കില്ല. അല്ലെങ്കിൽ പറയാം അത് കളർലെസ് കോളനികളെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. കളർലെസ് കോളനികളാണ് പ്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ അതിൻ്റെ അർത്ഥം റീകോമ്പിനൻറ്റ് കോളനീസ് അർത്ഥം. അവിടെ റീകോമ്പിനേഷൻ നടന്നിട്ടുണ്ട് എന്നർത്ഥം. സോ റീകോമ്പിനേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കളർ ഇല്ലാത്ത കോളനികളാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതിൻ്റെ അർത്ഥം അവിടെ ഇൻസേർഷൻ നടന്ന് റീകോമ്പിനേഷൻ നടന്നിട്ടുണ്ട്. നമ്മുടെ റീകോമ്പിനൻറ്റ് DNA ഈ എൻസൈമിൽ ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞ എൻസൈമിൽ ഇൻസേർട്ട് ചെയ്തതുകൊണ്ട് ഈ എൻസൈമിൻ്റെ ആക്ടിവിറ്റി നഷ്ടപ്പെടുകയും ഇൻസേർഷൻ ഇനാക്ടിവേഷൻ സംഭവിക്കുകയും അതുകൊണ്ട് ആ എൻസൈമിന് ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. അപ്പോൾ അതിന്
വൈറ്റ് കളർ അല്ലെങ്കിൽ കളർലെസ് ആയിട്ടുള്ള കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. കളർലെസ് കോളനി പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം അവിടെ റീകോമ്പിനേഷൻ നടന്നിട്ടുള്ള കോളനികളെയാണ് അവർ കാണിക്കുന്നത്. സോ റീകോമ്പിനൻറ്റിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മാർഗമാണ്. അതേസമയം ഇൻസേഷൻ നടന്നിട്ടില്ലെങ്കിൽ അത് കളേർഡ് ആയിട്ടുള്ള ക്രോമോജനിക് ആയിട്ടുള്ള കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യും, അതായത് നോൺ റീകോമ്പിനൻറ്റ്. സോ നമുക്ക് നോൺ റീകോമ്പിനൻറ്റിനെയും തിരിച്ചറിയാനായിട്ട് ഈ പറഞ്ഞ ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം ഒരു കളർ റിയാക്ഷനിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സോ നമ്മൾ പറഞ്ഞ ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ലാക് ഇസഡ് ജീൻ. ലാക് ഇസഡ് ജീൻ നമ്മൾ ലാക് കോപ്രോണിൽ പഠിച്ചിട്ടുണ്ട്. ലാക് സെഡ്, ലാക് വൈ, ലാക് എ എന്നുണ്ട്, സെഡ് വൈ എ ജീനുകൾ. സോ ആ ലാക് സെഡ് ജീൻ ഇതാണ് നമ്മൾ ബീറ്റ ഗാലക്ടോസ്. സോ ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്നത് ലാക് സെഡ് ജീനിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ലാക് സെഡ് ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്? ബീറ്റ ഗാലക്ടോസിഡേസ്. ഈ പ്രോഡക്റ്റ് ഓഫ് ലാക് സെഡ് ജീൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കളർ റിയാക്ഷൻ കാണിക്കുന്നതാണ്. സോ ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്നത് ലാക് സെഡ് ജീൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അതെന്താണ് കാണിക്കുക? ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്നത് അതൊരു കളർ റിയാക്ഷനാണ് കാണിക്കുക. സോ ആ കളർ റിയാക്ഷൻ കാണിക്കാതിരിക്കണമെങ്കിൽ അവിടെ ഒരു DNA ഇൻസേർട്ടഡ് ആവണം. സോ കളർ റിയാക്ഷൻ കാണിക്കുന്നില്ലെങ്കിൽ അവിടെ റീകോമ്പിനേഷൻ നടന്നിട്ടില്ല. സോ കളർ റിയാക്ഷൻ ഇവിടെ അത് കാണിക്കുന്നുണ്ടെങ്കിൽ റീകോമ്പിനേഷൻ നടന്നിട്ടില്ല. കളർ റിയാക്ഷൻ ഇല്ല, കളർലെസ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ റീകോമ്പിനേഷൻ നടന്നിട്ടുണ്ട്. സോ റീകോമ്പിനൻസിനെയും നോൺ റീകോമ്പിനൻസിനെയും നമുക്ക് ബീറ്റ ഗാലക്ടോസിഡേസിൻ്റെ കളർ റിയാക്ഷൻ വഴി, ക്രോമോജനിക് സബ്സ്ട്രേറ്റ് വഴി നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഏതൊക്കെ റീകോമ്പിനൻ്റ് ആണ്, ഏതൊക്കെ നോൺ റീകോമ്പിനൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെലക്റ്റബിൾ മാർക്കറിനേക്കാൾ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ കളർ റിയാക്ഷൻ ഡ്യൂ ടു ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. ഇവിടെ യൂസ് ചെയ്യുന്ന ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന എൻസൈമിനെ കോഡ് ചെയ്യുന്ന അവിടെ നമ്മുടെ റീകോമ്പിനൻ്റ് DNA ഇൻസേർട്ട് ചെയ്താൽ മതി. അപ്പോൾ റീകോമ്പിനൻ്റ് ആയവരൊക്കെ കളർലെസ് ആവും, അല്ലാത്തവരൊക്കെ കളേർഡ് ആയിട്ട് മാറും. സോ കളേർഡ് എന്ന് പറഞ്ഞാൽ നോൺ റീകോമ്പിനൻറ്റ്, കളർലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീകോമ്പിനൻറ്റ്. സോ റീകോമ്പിനൻറ്റിനെയും നോൺ റീകോമ്പിനൻറ്റിനെയും നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ മെത്തേഡിലൂടെ കണ്ടുപിടിക്കാവുന്നതാണ്.